ഏയ് കുട്ടി, എന്താ? ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതി. ഒന്ന് പരിചയപ്പെടാമല്ലോ. ഞാൻ ഈ നാട്ടിൽ പുതിയതായിട്ട് വന്നതാ. അതിനെന്തിനാ കുട്ടി ഇങ്ങനെ കിടന്ന് ചാടുന്നേ? കുട്ടിയുടെ പേരെന്താ? വെറുതെ ഒരു രസം. ആദ്യം കൊച്ചിന്റെ പേര് പറ, എന്നിട്ട് ഞാൻ എന്റെ പേര് പറയാം. എൻ്റെ പേര് നയൻതാര. നയൻതാരയോ? അപ്പൊ നിങ്ങളാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? കണ്ടാ പറയില്ലാട്ടോ. ഞാൻ എൻ്റെ പേര് പറഞ്ഞല്ലോ. ഇനി കുട്ടിയുടെ പേരെന്താന്ന് പറയൂ. ഓക്കേ, എന്റെ പേരാണ് വിജയ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഓ, നൈസ് നെയിം. അവൾ എന്നോടാ കളി. നയൻതാരയാണ് പോലും, നയൻതാര. അവള് നയൻതാരയാണെങ്കിലേ ഞാൻ വിജയ്. അല്ലെങ്കിൽ വേണ്ട, മോഹൻലാൽ പറയാമായിരുന്നു. ഇനി അതും പറ്റില്ലല്ലോ. ഐഡിയ. ഏയ് വിജയ്, എന്തു പറ്റി തനിയെ നിന്ന് സംസാരിക്കുന്നത്? നോക്കൂന്നേ. ഒന്നുമില്ല. അല്ല, എന്നെ മറ്റേ വീട്ടിൽ വിളിക്കുന്ന പേര് കുട്ടീനോട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തതാ. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താന്ന് കുട്ടിക്ക് അറിയണോ? ഓ, വേണമെന്നില്ല. ജോടത്തണ്ടി. എന്നാലും അങ്ങനെ അല്ലല്ലോ, പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞേക്കാന്നേ. ഓക്കേ, ടെൽ മീ. അവളൊരു മുടിഞ്ഞ ഇംഗ്ലീഷുകാരി വന്നിരിക്കുന്നു. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരേ മോഹൻലാൽ എന്നാ, മോഹൻലാൽ. ഇങ്ങനെ തള്ളാതെ എൻ്റെ വിജയ്. തള്ളോ? സത്യം പറഞ്ഞപ്പോ തള്ളാണ് പോലും, തള്ളു. കൊച്ചിനെന്താ കാര്യം പറഞ്ഞാ മനസ്സിലാകില്ലേ? എൻ്റെ വിജയ്, ഞാൻ വിശ്വസിച്ചു, പോരെ? വിജയ്? എന്റെ വിജയോ? ഞാൻ തന്റെ വിജയാണോടോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ മഹാലമ്പാട്ടോ. അത് കണ്ടപ്പോഴേ തോന്നി. ഇവൾ ഏത് ലോകത്തിന്ന് കുറ്റിയും പറിച്ചിറങ്ങിയതാണോ എന്തോ. എടോ, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ക്ഷമിക്കൂട്ടോ. ഓ, ആയിക്കോട്ടെ. എടോ, തൻ്റെ വീട് എവിടെയാണോ വിജയ്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ ഇപ്പോ വെറുതെ അറിഞ്ഞിരിക്കണ്ട. വരുന്നവരും പോണവരും എന്നെ പാര വെച്ചിട്ടാ പോണേ. ഇനി കുട്ടിയും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അയ്യോ, ഞാൻ പാര വയ്ക്കാനൊന്നും അല്ലടോ, ഒന്ന് അറിഞ്ഞിരിക്കാനാ. തൻ്റെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ വരാമല്ലോ, ഒരു കമ്പനിക്ക്. എനിക്കാണെങ്കിൽ ഇവിടെ ആരുമില്ല. ഓ, കമ്പനി അടിക്കാൻ എന്നെ മാത്രമേ ഇയാൾക്ക് കിട്ടിയുള്ളൂ. എനിക്ക് ആരും കമ്പനി വേണ്ട. എന്നെ കമ്പനി അടിച്ച് അവസാനം എന്നെ കളിയാക്കാനല്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ എന്നെ ചെയ്യാറ്. ഇല്ലെന്നേ. അയ്യോ, ഒന്നും പണയണ്ട. ഇങ്ങനെ തന്നെ എല്ലാവരും പറയുന്നേ ആദ്യമൊക്കെ. പിന്നെ അമ്മയോടും അച്ഛനോടും കുറ്റങ്ങളെല്ലാം പറയും. ഞാനിവിടെ വായി നോക്കി നടക്കുന്നു, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു എന്നൊക്കെ. എനിക്ക് ആരും കൂട്ട് വേണ്ട. ഞാൻ ഇനി ആരും വിശ്വസിക്കത്ത് പോലുമില്ല. കുട്ടിക്ക് അറിയോ, ഞാൻ എൻ്റെ അച്ഛനോട് കടിച്ചു വലിക്കാൻ ചിക്കൻ കാല് വാങ്ങി വരാൻ പറഞ്ഞപ്പോ അവസാനം മുരിങ്ങക്കായി നീട്ടിപ്പിടിച്ചോണ്ട് വന്നേക്കുവാ. അതെന്തിനാ? അച്ഛൻ പറയുവാ, മുരിങ്ങക്കായ കടിച്ചു വലിക്കാൻ ബെസ്റ്റാണത്രേ. അങ്ങനെ പറഞ്ഞ അച്ഛനാ. അത് ഞാൻ പിണങ്ങി വന്നേക്കുവാ വീട്ടിൽ നിന്ന്.